ഗൈസ് അപ്പൊ നമ്മള് ആര് ഈ ഫാനൊക്കെ ഇറങ്ങുമോ? വെള്ളം എങ്ങനെയുണ്ട്? പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ, മധുരം, സൂപ്പർ. പ്രത്യേകതരം കല്ല് മീൻസ് എന്ത് കല്ലാണ്? ഐഷു അറിയോ? മൈസൂർ പാലസ് ഉണ്ടാക്കുന്ന ഒരു കല്ലാണ്. ഓ ആ ഒരു വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഇത് മാതിരിയാ. എനിക്ക് എന്താ പറയാ, ഒരു അൺകംഫോർട്ടബിൾ എനിക്ക് ഫീൽ ചെയ്യാണ്. കാരണം ഇത് പഠിപ്പിക്കേ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതുവരെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വൈകി വരുമ്പോ സ്റ്റാഫ് റൂമിൽ പോയി കഴിഞ്ഞാൽ എന്നെയല്ലേ ടീച്ചർമാര് പറയാ അഭിനന്ദു ശ്രീഹരി എനിക്ക് തന്നെ എങ്ങനെയുണ്ടാവും കേൾക്കുമ്പോ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ പറയണത്. അത് നിങ്ങളെ വരാത്തവരെന്നാരെ വരാത്തത്? ശ്രീഹരി ബിനോയ് ഇവരുടെ ചിലപ്പോ പകുതി വെച്ച് കറണ്ട് പോയിട്ടുണ്ടാവും കംപ്രസറിന്റെ. അത് കാരണമായിരിക്കും ഇവിടെ പെയിന്റ് അടിക്കാൻ. ഈ ആനന്റെ തല ഒറിജിനൽ തലയാണെന്നാ പറയണത്. ഈ ആനന്റെ തല ഒറിജിനൽ ആനന്റെ തലയാണെന്നാണ് ഇവർ പറയണത്. ടീച്ചർ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഇങ്ങനെയൊക്കെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ തൊണ്ടവേന വന്ന സൗണ്ട് നേരെ വരും. ടീച്ചറിന് മൈക്കിന് പറയോ? നിനക്ക് നിന്റെ അഭിപ്രായത്തിൽ ടീച്ചറിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? പാട്ട് പാടണ്ട, ഡാൻസ് കളിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട. ടീച്ചറെ പറ്റി ഒരു 2 വാക്ക് ഞങ്ങൾക്കത് കേട്ടത്. സ്നേഹമുണ്ടെങ്കിൽ, ടീച്ചറെ ബഹുമാനമുണ്ടെങ്കിൽ, ടീച്ചർ ഇഷ്ടല്ല. ബൈക്കിലൂടെ ആരും സ്നേഹിക്കുന്നില്ല ആരെയും. ആളുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം, ഒരു യന്ത്രം, അത്രേ ഉള്ളു ഇതില്. അല്ലാതെ അതിൽ കൂടുതലൊന്നുമില്ല. ഇംഗ്ലീഷ് മാത്രം അല്ലെങ്കിൽ CMR കുറയ്ക്കും. എല്ലാരും കേക്കട്ടെ. ഗുഡ് മോർണിംഗ് ടീച്ചർ. 2 വാക്ക് എന്തേലും വഴിയില്ല. എന്റെ CMark നിങ്ങൾ എനിക്കറിയാം. കാട്ടാന്റെ കാൽ ചങ്ങലുണ്ട്. അപ്പൊ ക്ലാസ്സിക്ക് ടീച്ചർ കയറി വരുന്നുണ്ടോ? അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചത് എല്ലാരും നോട്ടൊക്കെ എഴുതി വന്നിട്ടില്ലേ? നോട്ടൊക്കെ പീരീഡ് കഴിയുമ്പത്തിനും നോട്ടൊക്കെ എഴുതി വെച്ചോ. അപ്പോ വരാത്തവരെന്നാരെ വരാത്തത്? ശ്രീഹരി ബിനോയ് ഇവരുടെ അഭിനന്ദ്, ആ പിള്ളേരെവിടെ? ആ ചെക്കന്മാരെവിടെ? അവരുടെ കാണാനില്ല. വീട് വേണോ? എവിടെയായിരുന്നടാ? അല്ല ടീച്ചർ, ഞാന് വൈകി ബസ് കിട്ടില്ല. നിനക്കും കിട്ടാൻ മാത്രം ഇല്ലാത്ത ബസ് നീ എവിടുന്നാണ് വരുന്നത്? നീ വീട്ടിൽ നിന്നല്ലേ വരുന്നത്? നിനക്ക് എന്താടാ? നിനക്ക് ഈ സ്ഥിരം ബസ് കിട്ടില്ല നിനക്ക്? അല്ല ടീച്ചറെ, ബസ് കിട്ടണ്ട ടീച്ചറെ, അല്ലാണ്ട് ഞാനെന്താ ടീച്ചറെ ചെയ്യാ? നിനക്ക് എന്ത് പറഞ്ഞാലും ഓരോ ന്യായങ്ങളുണ്ടല്ലോ പറയാൻ. അവിടെ നിന്നോ വൈകുന്നേരം വരെ നീ അവിടെ നിന്നോ. 4:30 വരെ ക്ലാസ് തീരണ വരെ. ഏത് ഞാൻ പറയും ടീച്ചർമാരോട്, വരുന്ന ടീച്ചർമാരോട് ഞാൻ പറയും നീ അവിടെ തന്നെ നിൽക്കും. അഭിനന്ദ് എവിടെ നിന്നിച്ചോ? ആ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു.
ആ നീ അവിടെ ഇരുന്നോ, നിനക്ക് ശരിയാകുള്ളൂ. ഞാനെന്താ ടീച്ചർ ചെയ്ത്? അല്ല നീ ഒന്നും ചെയ്യണ്ട, അതന്നെ നീ ഒന്നും ചെയ്യണ്ട. നീ അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് നീ കുഴപ്പക്കാരനായത്. അപ്പൊ നീ അവരുടെ കൂട്ടത്തിലേ നീ ഇരിക്കണ്ട, നീ ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നോ. എടാ പിന്നെയില്ലേ, ഞാൻ നിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. ഈ വൈകി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്ഥിരമായിട്ട് ഇങ്ങനെ വൈകി വരുമ്പോ സ്റ്റാഫ് റൂമിൽ പോയി കഴിഞ്ഞാൽ എന്നെയല്ലേ ടീച്ചർമാര് പറയാ അഭിനന്ദു ശ്രീഹരി, അഭിനന്ദു ശ്രീഹരി. എനിക്ക് തന്നെ എങ്ങനെയുണ്ടാവും കേൾക്കുമ്പോ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ പറയണത്, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പൊ വീണ്ടും നിങ്ങൾ അതേപോലെ തന്നെയല്ലേ എന്നെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എന്ത് ദേഷ്യം? ഒരു ദേഷ്യമില്ല. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്യൂട്ട് ആംപിയർ ലോ. അപ്പൊ ഇത് അപ്പൊ നമ്മള് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഗോസസ് ലോ. ഇത് ഞാൻ പറയാം മക്കളെ, എല്ലാം ഞാൻ ഇതുവരെ എന്റെ കരിയറിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വിടാതെ വന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഗോസസ് ലോ. ഗോസസ് ലോയിലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആലോചിക്കുന്ന, കാരണം ഗോസസ് ലോ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അന്വേഷിച്ചോളൂ. കാരണം ഏതൊരു ഇതുണ്ടെങ്കിലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്ക്, 5 മാർക്ക് നിങ്ങൾക്ക് വെറുതെ. അതെ, ഞാൻ തരുന്ന 10 ക്വസ്റ്റ്യൻ, ഞാൻ ഇന്ന് തരുന്ന 10 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കും മക്കളെ, നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. 20 മാർക്ക് ഉറപ്പിച്ച് കിട്ടും, ഷുവറായിട്ട് 20 മാർക്ക് കിട്ടും. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. കാരണം ഇത്രയും വർഷത്തെ എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ വർഷവും ഞാൻ ആ കുട്ടികളുടെ രീതിക്ക് നോക്കിയിട്ടാണ് ഞാൻ നോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ എനിക്കുണ്ടാകുമല്ലോ, എനിക്ക് ഒരു ധാരണ ഉണ്ടാവും. കാരണം കുട്ടികൾ എങ്ങനെയൊക്കെ നോട്ട് കൊടുത്താൽ അവർ പഠിക്കും എന്നുള്ള ധാരണയൊക്കെ എനിക്കുണ്ട്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സഹകരിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പാസ്സാക്കി എടുക്കാം. അല്ലാണ്ട് എന്റെ സബ്ജക്റ്റിൽ ഒരു കുട്ടിയെ തോൽപ്പിക്കില്ല ഞാൻ. കാരണം അതെന്റെ ഭാഷയാണ്. കാരണം ഫിസിക്സിൽ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും തോറ്റു എന്നുള്ള ഒരു പേര് എനിക്ക് വരാൻ പാടില്ല. അതിനുവേണ്ടി ഞാൻ എവിടെ വരെ എത്തണമെങ്കിലും ഞാൻ എത്തും. നിങ്ങളെവിടെ ഇരുത്തി പഠിപ്പിക്കേ, ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കേ, അതുവരെ ഞാൻ ചെയ്യും. ഇനി ടീച്ചർ പാസ് മാർക്കിനുള്ള കുറച്ച് ടിപ്പുകൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ ആരി വലിച്ച് ഒരുപാട് എഴുതുന്നില്ല. ഏതാണോ വേണ്ടത് ആ പോയിന്റ് മാത്രമേ നമ്മൾ ഇവിടെ എഴുതുന്നുള്ളൂ. അല്ലാണ്ട് കുറെ പാരഗ്രാഫായിട്ട് എഴുതിയിട്ട് എന്തിനാ, പഠിക്കുമ്പോൾ എഴുതല്ലേ. അപ്പൊ നമ്മളെന്താ ഷോർട്ടായിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ പഠിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. മക്കളെ, നിങ്ങൾ ഈ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഈ നോട്ട് തരുമ്പോൾ ഇത് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കത് വേണ്ട. കാരണം നമുക്ക് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ നോട്ട് അപ്പൊ തന്നെ എഴുതാം. അതാകുമ്പോ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കമ്മിയുണ്ട്. അപ്പോ അത് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. എന്താടാ ഇത്? ചന്തപ്പറയോ? നീ എന്താടാ നീ എന്താ നിന്റെ ഇത് എന്താ മുടിയാണോ? ഇത് മുടിയാണോ? കുറച്ച് പതുക്കെ കേട്ടോ. മക്കളെ, എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ വയ്യ. കാരണം ഞാൻ രാവിലെ തന്നെ എനിക്ക് തൊണ്ട അടഞ്ഞു പോവുകയാണ്. എനിക്കാണെങ്കിൽ ഈ CS2 വരിക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കിത് മാതിരിയാ. എനിക്ക് എന്താ പറയാ, ഒരു അൺകംഫർട്ടബിൾ എനിക്ക് ഫീൽ ചെയ്യാണ്. കാരണം വേറെയുള്ള കുട്ടികളെ പോലെയില്ല. ആ HP പിള്ളേരെ നിങ്ങളൊന്ന് നോക്കൂ, എന്ത് നല്ല മക്കളാണ് അവര്. ഞാൻ നോട്ട് കൊടുത്താൽ, ഞാൻ കൊടുത്തില്ലെങ്കിൽ അവര് ചോദിച്ചോട്ട് ഇങ്ങോട്ട് വരും, ടീച്ചറെ നോട്ട്. അവര് അങ്ങനെ എഴുതുന്ന ആ കുട്ടികള്. പക്ഷെ നിങ്ങളെ എപ്പോ നോക്കിയാലും എന്നെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യാണ്. എന്നിലുള്ള ആ ഒരു ബോണ്ട് നിങ്ങളായിട്ട് കളഞ്ഞു കുടിക്കുകയാണ്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടം വരുന്നത്. കാരണം ഓരോ ദിവസം എനിക്ക് ക്ലാസ്സിലോട്ട് വരുന്തോറും എനിക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം കുറഞ്ഞു വരിക മക്കളെ. ഐ റിയലി ഷെയിംഡ് യു. എനിക്ക് എന്താ പറയാ, എനിക്ക് അറിയില്ല. കാരണം എന്താണ്, ഞാൻ എത്രയൊക്കെ പറഞ്ഞു, നമ്മള് പിന്നെയും പോട്ടെ, ആകെ മക്കൾക്ക് ഇംഗ്ലീഷ് പീരീഡ് മാത്രമേ ഉള്ളൂ ഒന്ന് ചിരിച്ച് കളിക്കാൻ പറ്റുന്നൊക്കെ. നമ്മള് പതുക്കെ ഒന്നിത്തിരി അഞ്ഞ മട്ടിൽ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളെന്താ എന്റെ തലയിൽ കയറി കളിക്കാണ്. എനിക്കെന്താ ചൂടാകാൻ അറിയാത്തൊക്കെയാണ്. ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണ്. ഐ ആം റോങ്.
എടാ അഭിനന്ദൻ, നീ എന്തിനാടാ നീ സ്കൂളിലേക്ക് വരുന്നത്? എടാ നീ വലിയ പണിക്ക് പോടാ. എടാ നീ പോടാ. എടാ നിനക്ക് ഇത്ര പ്രായമായില്ലേ, നീ പഠിക്കണ്ടടാ. ടെക്സ്റ്റ് കൊണ്ടുവരില്ലെങ്കിൽ നീ എന്തിനാ സ്കൂളിലേക്ക് വരുന്നത്? എനിക്ക് നീ എന്റെ ഇംഗ്ലീഷിൽ ക്ലാസ്സിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ടോ ഒരു പ്രയോജനമില്ല. നീ ഇരിക്കണ്ട. നീ പോയിക്കോ. എടാ സുബിനെ, നീ വേലത്തരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സ്കൂളിലേക്ക് വരുന്നത്? നീ എനിക്ക് എന്താ, നീ +2 എത്തിയപ്പോ എന്താ നിനക്ക് ഒരു കൊമ്പ് മുളച്ചോ തലയില്? +1 നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. +2 എത്തിയപ്പോ എന്താടാ നിനക്ക്? എന്താ നീ വലിയ ഒരു സീനിയർ ആയെന്നുള്ള ഒരു ഭാവോ നിനക്ക്? വേണ്ടാട്ടോ, അത് വേണ്ട. നിനക്ക് തീരെ ചേരണില്ല. നീ എങ്ങനെയാണോ നീ അതേപോലെ നിന്നാ മതി. ടെക്സ്റ്റ് ബുക്കിൽ അതെടുത്ത് വെച്ചിട്ട് അത് പറ. എനിക്ക് ഒരു സംശയം, 2 സംശയമാണ് വരുന്നത് കേട്ടോ. ഒന്ന്, ഇത്രയും നന്നായിട്ട് ഇനാക്ട് ചെയ്യുന്ന റാഷിന്റെ എന്തുകൊണ്ട് മാർക്ക് വേണ്ടത്ര മാർക്ക് വാങ്ങുന്നില്ല? ക്ലാസ്സിൽ പോയി തീർക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യുന്നില്ല. ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യനോട് ഞാൻ യോജിക്കണു. നേരെ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും. ആ ബാറ്ററിയാണ് ഞാൻ ബൾബ് വെച്ചത്. അങ്ങനത്തെ ബാറ്ററി ഹലോ. ഞാൻ പറഞ്ഞ എന്താ സൂര്യകാന്തി പൂന്തോട്ടം. ഇതൊന്ന് സീഡ് കൊണ്ടുപോയിട്ട് നമുക്ക് തത്തമ്മയ്ക്ക് കൊടുക്കാം. പക്ഷെ വീട്ടിൽ തത്തമ്മയില്ല. അടുത്തത് ജയശ്രീ ടീച്ചർ, മാത്സ് ടീച്ചർ. അതും കൂടി പറയാം. നമ്മുടെ മാത്സ്. ആദ്യം നടക്കും ഒന്നിന്റെ ബെഞ്ചിന്റെ അവിടെ അല്ല ഇങ്ങനത്തെ സെയിം സെയിം സെയിം. കഴിഞ്ഞോ? എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല ഇനിയിപ്പോ അഥവാ സംസാരിക്കാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമില്ല, ക്ലാസ്സിന് പുറത്തു പോകാം. എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായവും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്റെ ക്ലാസ്സിൽ വേണ്ടവർ മാത്രം ഇരുന്നാൽ മതി. കാരണം എനിക്ക് അത്രയ്ക്ക് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളിപ്പോ പഠിച്ചിട്ട് വലിയ ഇതാകണമെന്നോ എനിക്ക് നിർബന്ധമൊന്നുമില്ല. വേണ്ടവര് മാത്രം ക്ലാസ്സിൽ ഇരിക്കുക, അല്ലാത്തവർക്ക് പോകാം. ശ്രീഹരി, അഭിനന്ദൻ, വിനായക് അവിടെ നിന്നിച്ചോ. അല്ല അവിടെ നിന്നിച്ചോ. അവര് ഫ്രണ്ട് ബെഞ്ചിൽ വന്നിരുന്നോ? വിഘ്നേഷ് അണിച്ചോ. വിഘ്നേഷ് അവിടെ നിന്നിച്ചോ. വർത്താനം പറയാൻ വേണ്ടി പോയിരിക്കേ. ഉറങ്ങാണ്. അവിടെ സെക്കൻഡ് ബെഞ്ചിൽ വന്നിരുന്നോ? അജ്മൽ എവിടെ നിന്നിച്ചോ. അജ്മൽ എവിടെ വന്നിരുന്നോ? അവിടെ വന്നിരുന്നോ? അങ്ങനെ ബോഡിക്ക് തിരിയുമ്പോ അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തര് പിരി പറയുന്നുണ്ട്. കാരണം ഞാനുണ്ടല്ലോ, എനിക്ക് ഒന്നാമത്തത് എനിക്കറിയാം. കാരണം ഒന്നാമത്തത് ഉച്ചയ്ക്കാണ്, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ മാക്സും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മൂടൊക്കെ ഒരിതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പിന്നെയും പോട്ടേന്ന് പറഞ്ഞിട്ടാണ് വന്നു കഴിഞ്ഞാൽ പിന്നെയും 5 മിനിറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ പിന്നെയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കാണ്. അല്ല, താല്പര്യമില്ലാത്തവര് പൊയ്ക്കോയി. ഞാനതാ പറയണത്. പക്ഷെ അതങ്ങനെയല്ല. അത് നമ്മളിങ്ങനെ വരുമ്പോ അതങ്ങനെയല്ല. അത് വന്നിട്ട് അത് ടാൻജന്റ് നമ്മളവിടെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ അതിങ്ങനെ കൊണ്ടുവരണം. അതത്രേ ഉള്ളൂ. അത് നമ്മൾ വലിയ പണിയാക്കേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യയിലെ അങ്ങനെ സെയിം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ, അതിന്റെ ആൻസർ കിട്ടുമല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വെറുതെ തല പോയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ അത് നിങ്ങളെ ഞാനേ പറയുന്നുണ്ടല്ലോ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വെറുതെ ക്ലാസ് എടുത്തിട്ട് നിങ്ങളെ എല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. വേണ്ടത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതാ ഞാൻ പറയണത്, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം മാത്രം കിട്ടിയാൽ മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. നിയാസെ, നീ അവിടെ എന്താ കാണിക്കണേ? ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കണെന്ന് നീ കണ്ടോ? അല്ല,
ടീച്ചർ ഞാൻ എഴുതിയെടുത്തിട്ടില്ല. എടോ നീ നോട്ട് എഴുതണ്ട, നീ ഇപ്പൊ പുറത്തു പോയി വന്നതാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്താണോ എടുക്കണത് നീ അത് ശ്രദ്ധിക്ക്. അല്ലാണ്ട് ഈ എന്താണ് മുന്നത്തെ കാര്യങ്ങൾ നീ ക്ലാസ് നേരത്തെ ക്ലാസ് നീ കേട്ടോ, നിനക്കത് മനസ്സിലായോ? നീ എന്തറിഞ്ഞിട്ട് നീ ആ ബുക്കിൽ എഴുതണത്? നിനക്ക് മനസ്സിലായിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ ശരി പറയും, നീ എന്തിനാ അത് എഴുതണത്? എടാ ഞാനിവിടെ എഴുതണത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം ഞാൻ ഇപ്പൊ എടുക്കുന്ന കാര്യം നീ അത് നേരാൻ വേണം, ഞാൻ പറയുന്നത് കേട്ട് നീ ആദ്യം മനസ്സിലാക്ക്, എന്നിട്ട് നോട്ടിക്ക് എഴുതാം. അല്ലാണ്ട് നീ കേൾക്കാത്ത കാര്യങ്ങൾ നോട്ടിക്ക് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതെന്തിനാ അത് ചെയ്യണത്? ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതിയല്ലോ. നിങ്ങളുടെ മെയിൻ പ്രധാന പ്രശ്നം അതാണ് മക്കളെ. ഞാൻ എന്താണോ പറയണത് അത് നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ട്, പ്രത്യേകിച്ച് ഇപ്പൊ ആ ടൂറ് വന്നതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോ ടൂറ് എന്നുള്ളൊരു വിചാരമാണ്. അതൊന്ന് പോയി കഴിഞ്ഞ് വന്നാലാണ് എല്ലാവരും ഇതൊന്ന് മാറുള്ളൂ. എനിക്കറിയാം അവിടെ ഇരിക്കണ ഭൂരിഭാഗം പേരും ക്ലാസ്സിൽ ഇരിക്കുക തന്നെയാണ്. എന്നാൽ കൂടി എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ബൊമ്മയായിട്ടെങ്കിലും നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? വേണ്ട, നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എന്നാലും ബൊമ്മയായിട്ടെങ്കിലും മനസ്സിലാണ് പോലെയെങ്കിലും ഇരിക്കണം. അതിവിടെ എനിക്ക് നിർബന്ധമാണ്. എന്തിനാ ടീച്ചർ എന്നെ ഇവിടെ പിടിച്ചിരിക്കുന്ന ടീച്ചർ? അല്ല ഞാൻ അവിടെ ഇരുന്നോളേ, അല്ല എനിക്ക് കുഴപ്പമില്ല, അല്ല ഞാൻ അവിടെ ഇരുന്നോളാം, കുഴപ്പമില്ല. എന്താ ടീച്ചറെ എന്നെ മാത്രം എപ്പോഴും? ടീച്ചറെ ഞാനല്ലേ, ഇവന്മാരാണേ. ടീച്ചറെ ശ്രീഹരി ബിനോയാണേ. ടീച്ചറെ ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ അതിൽ നോട്ട് വയ്ക്കായിരുന്നു, ഞാൻ സംസാരിച്ചിട്ടില്ല. ഇത് സത്യമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ലേ? ഞാൻ എന്തിനാ ടീച്ചർ, ഞാൻ എന്താ ടീച്ചർ സംസാരിക്കണ? അവൻ്റെ ഞാൻ വേണ്ട ക്ലാസ് നോക്കിയിട്ടിരിക്കില്ല ടീച്ചർ, ഞാൻ എന്തിനാ അവൻ്റെ സംസാരിക്കേണ്ട ആവശ്യം? ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ചപ്പൽസ്, ചെരുപ്പുകളൊക്കെ തന്നെ വേണ്ടി തന്നെ അഴിച്ചു വെക്കുക കേട്ടോ. അവിടെ പോയി ഒരുപാട് സമയം വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ചെരുപ്പുകളൊക്കെ ഇവിടെ അഴിച്ചു വെച്ച് ID കാർഡ് കൈ കഴുകി അങ്ങനെ ചെല്ലാണ് വേണ്ടത് കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മൾ അവസാന ഫൈനലി ഫസ്റ്റ് സൂര്യ എത്തിക്കുന്നത് പാലസിലാണ് അല്ലേ? യെസ്, നമ്മളെ മൈസൂർ പാലസിൽ എത്തിയിട്ടുണ്ട്. ഇനി മൈസൂർ പാലസിനുള്ളിൽ പോണെങ്കിൽ ചെരുപ്പ് അയച്ചു വെക്കാൻ പറയും. അതെ, അപ്പോ നമുക്ക് സോക്സ് ഇട്ടിട്ട് പോയാൽ മതിയില്ലേ? അത്രേ ഉള്ളൂ. എന്തിനാണ് അപ്പൊ മണ്ണായില്ലേ കാലില്? സോക്സ് ഇടല്ലേ നല്ലത്. ഡ്രസ് മാറ്റുണ്ടേ? പിന്നല്ല. അപ്പൊ നമുക്ക് ഡ്രസ് മാറ്റിട്ട് പാലസ് കണ്ടിട്ട് സൂക്കുക. എന്റെ ബാഗോടെ. അപ്പൊ കഴിച്ച് നമ്മള് ലാസ്റ്റ് ഫൈനലിൽ സ്ഥലം സ്പോട്ട് എത്തിക്കഴിഞ്ഞു. ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്, കണ്ടോ? ഇങ്ങനെ കവാടം, ആ കവാടത്തിന്റെ ഉള്ളിൽ ഇവിടെ അലൗഡ് അല്ല ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ല. അതാണ് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് വിജയപൂർവ്വം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു ഗൈസ്. വിജയപൂർവ്വം നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെ പൂ വെക്കുന്ന ആൾക്കാരുണ്ട്. മൊത്തം ഒരു നൈസ് വൈബാണ്. അപ്പുറത്താണ് പാലസ്. ഇവർക്കൊക്കെ മലയാളം പാലസിന്റെ ചോപ്പ് കളർ വെള്ള കളർ പെയിന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പെയിന്റ് അടിക്കാനായി എന്റെ വീട്ടിൽ സൂക്കോറിനെ വിളിച്ചിട്ടുണ്ട് പെയിന്റ് അടിക്കാൻ. അപ്പൊ ഇതാണ് പാലസ്. ഈ പാലസിന്റെ ഉള്ളിലാണ് റോക്ക് മരിച്ചിട്ട് റോക്കിന്റെ അത്തുകൂടം വെച്ചിരിക്കുന്നത് തോന്നുന്നു. അതേ KGF ഒരു സ്കീം. പക്ഷെ ഇത് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് കുറച്ചൊന്ന് എക്സ്പോഷറും കൂടി കമ്മിയൊക്കെ സംഭവം പൊളിക്കും. ഇനി KGF 3 ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുമോന്ന് അറിയില്ല. KGF 3ന്റെ ഡയറക്ടർ ആരാന്നറിയോ? ഞാനാണ്. എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടില്ല. അപ്പൊ നമുക്ക് ഇതേപോലത്തെ സെറ്റ് ഇടാല്ലേ? പക്ഷേ ഇല്ല, ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ സൈഡ് പഴയ പെയിന്റും ഈ സൈഡ് പുതിയ പെയിന്റും വന്നിരിക്കുന്നു. അപ്പൊ ഈ സൈഡ് പെയിന്റ് അടിക്കാൻ വേണ്ടി ചിലപ്പോൾ പകുതി വെച്ച് കറണ്ട് പോയിട്ടുണ്ടാവും, കംപ്രസറിന്റെ. അത് കാരണമായിരിക്കും ഇവിടെ പെയിന്റ് അടിക്കാണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമ്മുടെ ടീം ഇവിടെ, നമ്മൾ അപ്പുറത്ത് പോയി നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം മലയാളികളാണ്. അവർ വന്നിട്ട് റോസാപ്പൂ വാങ്ങിക്കും, ഞങ്ങളെ സഹായിക്കും എന്നൊക്കെ പറയുന്നു.
ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതാണ് മലയാളികൾ ഇല്ലാത്ത ഒരിടം പോലും ഇല്ല എന്ന് പറയുന്നത് അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് വിൽ ബി ഡു? അതാ അവിടെ പുല്ലരക്കണ മെഷീൻ. എൻ്റെ വീട്ടിലെ സുന്ദരേട്ടനയിലുള്ള അതേ മെഷീനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇയാൾ. കണ്ടോ? ഗൂയിസ്, അപ്പോൾ നമ്മുടെ ലൈനിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരു അമ്പലം കണ്ടു. അതെങ്ങനെ അമ്പലം പോലെ ഇങ്ങനെ മണിയൊക്കെ 3 1 2 3 4 5 മണികൾ ഇങ്ങനെ മേലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. 2 കൊമ്പും ഉണ്ട്. അതിൻ്റെ കൂടെയുള്ള പ്രതിമ എന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ ആരൊക്കെയാണ് പേരൊന്നും അറിയില്ല. കാണുമ്പോൾ ദൈവങ്ങളെ പോലെയുണ്ട്. എന്തായാലും ഇതൊരു ഇല്ലേ. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ പാലസിൽ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡ് പെയിന്റ് അടിക്കാൻ ഈ സൈഡ് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആളെ വിളിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ സൈഡ് കെട്ടിക്കണ്ടായിരിക്കും, ഈ സൈഡ് കെട്ടിണ്ടാവുക. കണ്ടോ? ഇത് മൊത്തം നമ്മൾ ഒറ്റ വൈബാണ്. ഒറ്റ മൈൻഡ് പൊളി മൂടി ഒക്കെ അത്രേ ഉള്ളൂ. അതാ ഒരു കുട്ടിയോടെ കുട്ടി എടുക്കട്ടാ. ഒരു കുട്ടി ഒറ്റയ്ക്ക് നടക്കണു. പക്ഷെ കുട്ടിൻ്റെ ഫ്രണ്ടിൽ അമ്മയുള്ള കാരണം ഞാൻ പോയി രക്ഷിക്കണില്ല. നന്മ ഇവിടെ നോക്കിയല്ലേ. അതോ സിദ്ധു മെയിൻ കേട്ടോ. സിദ്ധു ഗൈസ്, നിങ്ങൾക്ക് ഈ വാഴ ഓർമ്മയില്ലേ ഗൈസ്? തൃശ്ശൂർ വ്ളോഗിലുണ്ടായിരുന്ന 2 വാഴകൾ. ഫ്രണ്ടിൽ നടക്കണു ഗൈസ്. കൊടുക്കാൻ ആരുമില്ല ഗൈസ്. ഒരു ചെക്കന്മാരുടെ റോസാപ്പൂ വാങ്ങിക്കുക പറഞ്ഞു. പക്ഷെ കൊടുക്കാൻ ആരുമില്ല ഗൈസ്. എന്ത് ചെയ്യും? അപ്പുറത്ത് നമ്മുടെ ഇവിടെ ടിപ്പു സുൽത്താന്റെ കോട്ടന്റെ ഫ്രണ്ടിൽ അതേ സാധനം ഓടിയുണ്ട്. കണ്ടോ? നമ്മുടെ പാലക്കാട് ഇല്ലാത്ത സാധനമൊന്നും അല്ല ഇത്. നമ്മൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ വേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു വൈബിന് വേണ്ടി വന്നു. ഒറ്റ മൈൻഡ് അത്രേ ഉള്ളൂ. നമ്മൾ ആഴ്ചക്ക് പാലക്കാട് ഗൈസ് എന്ത് ചെയ്യാൻ പറ്റും? ഇനി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ബാക്കി വ്ളോഗ് കാണിച്ചാൽ ഗൈസ്. ഇവിടെ എന്തോ ഓഫീസോ അവിടെ ഡ്രിങ്കിങ് വാട്ടർ ബാക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളത് കണ്ടില്ല, കാണിച്ചു തന്നില്ല. പിന്നെ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് മാളിൽ എന്തൊക്കെയോ ഉണ്ട് സാധനങ്ങൾ. തൊപ്പി, ഡ്രസ്സ്. ഇതാണോ അത്തർ വാങ്ങാൻ പോകുന്ന രാശ. നമ്മൾ ഒറ്റ മൈൻഡ് അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇവിടെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. മീൻസ് ഹൈലി പ്രൊട്ടക്റ്റഡ്. NSS ലീഡർ ഇതൊരു വാഴ. ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാരാള്? ശ്രീകണ്ഠാട്ട്. ഗൈസ് ഇവിടെ മൊത്തം ഇപ്പോൾ പില്ലർ കൊണ്ട് തന്നു. മിസൈലല്ല, പീലിംഗ്. കണ്ടോ? ഇവിടെ വലിയ തൂണുകളുണ്ട്. ഹായ്. കണ്ടോ ഗൈസ്? ഇതിൻ്റെ ഉള്ളിൽ ഇത് കാളവണ്ടിയാണ് ഗൈസ്. പഴയ കാലത്തെ കാളവണ്ടി. ഇതാ പിന്നെ ഈ സംഭവങ്ങൾ ഫുള്ള് ഹരിഹര സുധന ആനന്ദചത്തന അയ്യപ്പ സ്വാമിയേ. മൈസൂർ പാലസ് മൊത്തം ചെറുതാക്കി ഇതിൻ്റെ ഉള്ളിലൊക്കെ ബൾബ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 ആനത്തള്ളി ഉണ്ടോ? അത് സീനാണ്. ശരിക്കും തന്നെയാണ് അതാ ശരിക്കത്തെ. അതെ നിനക്കറിയാം. അത് ഇവര് എന്തോ കൊല്ലം വന്നിട്ട് എന്തോ സിലിണ്ടൊക്കെ അടിച്ച് വെച്ചിട്ട് അതേപോലെ നോക്കണതാണ്. ശരിക്കും താൻ തന്നെയാണ് ഈ 2 ഗൈസ്. നമ്മുടെ തൃശ്ശൂർക്ക് വന്ന ഒരു വാഴയല്ല സിദ്ധാർത്ഥ് പറയണു. ഈ ആനൻ്റെ തല കണ്ടോ? ഈ ആനൻ്റെ തല ഒറിജിനൽ തലയാണെന്നാണ് പറയണത്. ഈ ആനൻ്റെ തല ഒറിജിനൽ ആനൻ്റെ തലയാണെന്നാണ് ഇവർ പറയണത്. അറിയില്ല ഒറിജിനലാണോ അതോ മാരോ? ഒറിജിനലാണ്. നീ യൂട്യൂബ് നോക്കിട്ട് വരുവാണോ? ഇതാ ഗൈസ് ഇവിടെ പിന്നെ എങ്ങനെ സംഭവങ്ങൾ ഇതാ സീനാണ്. അരിക്കൊമ്പൻ ഡെഡ് ആയിട്ടില്ല മാൻ. നന്മ ഇപ്പോൾ വീഡിയോ കൊടുക്കറോ?
ഗൈസ് ഇതാ മൊത്തം ചിത്രങ്ങളാണ്, മൊത്തം ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ, മൊത്തം ചിത്രങ്ങളും കാര്യങ്ങളും ബൾബൊക്കെയാണ് കണ്ടില്ലേ, ഫുള്ള് നൈസാണ്. ഗുയിസ് നമ്മുടെ കൂടെ നടക്കണ ST പറയണോ, നമ്മുടെ പുലി സിനിമയിൽ ലാസ്റ്റത്തെ ഫൈറ്റ് അത് ഇവിടെയാണ്. ഇടയിലുള്ളൊരു ഫൈറ്റ്, ആ പാട്ട് വരുന്ന സാധനം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്ത് പോലത്തെ ഒരു ലൊക്കേഷൻ. തള്ള മൂളിന്ന് പറഞ്ഞു ചോമിലൊക്കെ ചവിട്ടിക്കുന്ന സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടത് മലയാളത്തിലല്ലേ? കൈരളി TV ഡബ്ഡ് വേർഷൻ. ഗൈസ് കുറേ കുതിരകൾ, എത്ര കഴിവുള്ള കലാകാരന്മാരുടെ ഗുയിസ് എത്ര കഴിവുള്ള എത്ര കഴിവുള്ള കലാകാരന്മാരുടെ കഴിവേറിയ വർക്കാണല്ലേ ഇതൊക്കെ. ഹൗ ദ എലിഫൻസ് ബാക്ക് നോക്കണം ഗുയിസ്. പിന്നെ ഇവിടെ ഒരു കവാടം പിന്നെയും വന്നിരിക്കണു, വന്നിട്ടുണ്ട്. എടാ വ്ളോഗ് ഉണ്ടോ? കട്ട് ചെയ്യാൻ വയ്യ. മരത്തിൻ്റെ വാതിൽ, മരം കൊണ്ട് ഉണ്ടാക്കിയ വലിയ വാതിൽ. ഇതേപോലത്തെ വാതിലാ വീട്ടിൽ വെക്കണം വിചാരിച്ച്, ബട്ട് പൈസ ഇല്ലാതെ കാരണം വെച്ചില്ല. ഇതൊക്കെ ആരാ? രാജകുമാരി ജയകൃഷ്ണ. നമുക്ക് വീഡിയോ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ നോക്കാം. ഫോട്ടോ റോയൽ ഫാമിലി, രാജകുടുംബത്തിൻ്റെ ഫോട്ടോസാണ് ഇതെല്ലാം. അതേപോലെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്, കണ്ടില്ലേ? ഇതാരാ കണ്ടോ? അതൊക്കെ വരച്ച പിക്ചേഴ്സാണ്, ഇതെല്ലാം വരച്ച പിക്ചേഴ്സാണ്. അതല്ല കഴിയുന്ന ഇതെല്ലാം വരച്ച പിക്ചേഴ്സാണ്. എല്ലാ പിക്ചേഴ്സും വരച്ചതാണ്, എല്ലാ പിക്ചേഴ്സും കൈയും കൊണ്ട് വരച്ച പിക്ചേഴ്സാണ്. കാരണം അന്നത്തെ കാലത്ത് അതിന് അന്നത്തെ കാലത്ത് ഇങ്ങനെ അതിന് കഴിവ് എത്ര വേണം? വീണ വലിയ പെട്ടികൾ, ആഭരണ പെട്ടികൾ. ഓക്കെ ഗൈസ്, പണ്ടത്തെ കാലത്ത് രാജകുമാരി യൂസ് ചെയ്ത വീണ ചളി കൂടി ഉണ്ടായിരുന്നില്ല. ചളി ഇങ്ങനെ പറയുന്നത് ഗൈസ്, പോത്തും കൂട്ടി നമുക്ക് അതിന് വേണ്ടി ബീഫാക്കിയല്ലോ ഗൈസ്. പക്ഷേ രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ ഈ രണ്ടെണ്ണത്തിന്റെ പ്രത്യേകത എന്താ പറയുക? അതിന്റെ കാലിന്റെ അടിയത്തെ കാൽ ഒറിജിനൽ പോത്തില്ലേ? ആ, അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ടീച്ചേഴ്സ് അപ്പോൾ നമ്മൾ പിന്നെ പാലസിങ്ങനെ ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മൊത്തം ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഒരേ ചിത്രങ്ങളാണോ ചോദിച്ചാൽ അല്ല, എന്നാൽ എല്ലാവരുടെയും വേറെ ചിത്രങ്ങളാണോ ചോദിച്ചാൽ അല്ല. കാരണം അർത്ഥമൊന്നും മനസ്സിലാവില്ല. എല്ലാവരുടെയും കുറേ ഒത്തിരി ആനയുണ്ട്. ഇത് അർത്ഥം മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്തൊക്കെ സംഭവങ്ങളൊന്നും. ഇംഗ്ലീഷൊന്നും വായിക്കാൻ വയ്യ. വായനാശീലം അത്രയ്ക്ക് ഉള്ളതായിരുന്നേ. ഭയങ്കര രസമാണ്. പിള്ളേർക്ക് എന്തിനാ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാൻ മാത്രം ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ ഗൈസ്, അല്ലേ ഗൈസ്? ഇത് നോക്കാം, അവിടെ നിന്ന് പിക്ചർ എടുക്കുന്നത്. ഇവിടെ നിന്ന് പിക്ചർ എടുക്കണുണ്ടോ? ഓ ഗൈസ്, പട്ടി ഷോ, വെറും പട്ടി ഷോ. അതാ
എന്തെങ്കിലും പറ. മൈസൂരിനെ കുറിച്ച് ഇവിടുത്തെ ചിത്രങ്ങളുടെ അർത്ഥം എന്താ പറഞ്ഞു തരാൻ പറ്റും? ഞങ്ങളൊരു വ്ലോഗ് ഇട്ടോ, ഞങ്ങൾക്കൊന്നും മനസ്സിലായി. പിന്നെ എന്തുട്ടാ ബിൽഡിംഗ് ഒരു ഡൗട്ട് ഇത് വെട്ടുകല്ലും കൊണ്ട് ഉണ്ടാക്കിയതാണോ അതോ സിമെന്റ് കട്ട കൊണ്ട് ഉണ്ടാക്കിയതാണോ? ഇതൊരു പ്രത്യേകതരം കല്ലാണ്. പ്രത്യേകതരം കല്ല് മീൻസ് എന്ത് കല്ലാണ്? ഐശ്വര്യം അറിയോ? മൈസൂർ പാലസ് ഉണ്ടാക്കുന്ന ഒരു കല്ലാണ്. ഓ, ആ ഒരു കല്ല്. ഇനിയിപ്പോ ഞാനിതിന് കുത്തിപ്പൊളിച്ചിട്ട് ലാബിലേക്ക് നമുക്ക് കുത്തിപ്പൊളിച്ചാലോ? പൊളിക്കാം. കത്തിണ്ട് വ്ലോഗിൽ ഇനിയിപ്പോ നമുക്ക് ഇത്ര കേസ് വേണ്ട. ടാറ്റ അല്ല ഗൈസ്, ഞങ്ങൾ വെറുതെ പറഞ്ഞാണ്. ഇനി യൂട്യൂബുകാർ ഇത് കണ്ടിട്ട് ഞങ്ങളെ പോലീസ് കേസൊന്നും വരുത്തരുത് കേട്ടോ. കാശിലൊരു ഇവരില്ലാത്തത് പലതും പറയും. ഇനി കുറ്റിപ്പൊളിച്ച് നോക്കണമൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്. ഞങ്ങൾ ഈ മൈസൂർക്ക് ആണ്ടിൽ അമാവാസയ്ക്കേ വരുള്ളൂ, വരികയെന്നില്ല. ഞാനും കഞ്ഞിത്തവണ മാത്രമാണ് ഞാൻ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ നോക്ക് ഗൈസ്, ഇവിടെ മച്ചിൻ്റെ മുകളിൽ കണ്ടോ, ഇവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഇതാ സ്റ്റെപ്പ്. മൈസൂർ പാലസ് ഫുഡ് കണ്ടോ, ഈ സ്റ്റെപ്പിന് മേലെ കൂടെ അതിന് മേലെ കയറാൻ പറ്റുന്നു അല്ലേ? യെസ്, ഇതാ കണ്ടോ വാതിൽ കാര്യങ്ങൾ, ഇതേപോലത്തെ സാധനങ്ങൾ. കണ്ണാടി ടിപ്പു സുൽത്താൻ കണ്ണാടിയാണോ അത്? ഉറപ്പാണോ? സിൽവർ ഗ്ലാസ് കണ്ടോ, സിൽവർ കൊണ്ടുള്ള കണ്ണാടിയും സിൽവർ കൊണ്ടുള്ള ചെയർസും ഗ്ലാസ് കൊണ്ടുള്ള കാല് നോക്കുക. എൻ്റെ ഗ്ലാസ് കൊണ്ടുള്ള കാല് ചെയറിൻ്റെ കണ്ട, അത് രാജാവിൻ്റെയും ഇത് റാണിൻ്റെയും അല്ല, റാണിൻ്റെ അല്ല മന്ത്രിൻ്റെയൊക്കെ ആയിരിക്കും. ഹായ്, നൈസാണ് സംഭവങ്ങൾ. ഇതവിടെ വേറെ കണ്ണാടി സൂപ്പറായിട്ടുണ്ട്. സംഭവങ്ങൾ മൊത്തം പവറാണ്. ആ നൈസ്. മൊത്തം വൈവ. കാട്ടുപോത്തിൻ്റെ കൊമ്പ്. ഗൈസ് കാണിച്ച കാട്ടുപോത്തിൻ്റെ കൊമ്പ് ഒറിജിനലാണ് ഗൈസ്, ഒറിജിനൽ, പക്കാ ഒറിജിനലാണ് ഗൈസ്. ഈ പുലി കടിക്കൂ. നമുക്ക് ഈ സൈഡിൽ കൂടെ പുലിൻ്റെ വീഡിയോ എടുക്കാം ഗൈസ്. പുലിൻ്റെ ബാക്ക്, അതാ പുലിൻ്റെ ഫ്രണ്ട്, അതപ്പുറത്ത് ഈ പുലി ഇങ്ങനെ നിൽക്കുന്നു കണ്ടോ. ഇപ്പുറത്ത് ഈ പുലി ഇങ്ങനെ നിൽക്കുന്നു. രണ്ട് കണ്ണും തമ്മിൽ കഥകൾ കൈമാറും ഈ നിമിഷം. രണ്ടും കൂടി കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫ്രണ്ടിൽ കണ്ടോ, അതിൻ്റെ നടുവിലൊരു പ്ലേ ഗ്രൗണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ രാജാവിന് മഴ കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഫുൾ സെക്യൂരിറ്റിയാണ് ഇവിടെ, മൊത്തം ഹൈലി സെക്യൂർഡാണ്. കണ്ടില്ലേ, നൈസാണ് സംഭവം. ഈ പുലികൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കിയ സിമെൻ്റാണ് തോന്നുന്നു. അന്നത്തെ കാലത്ത് സിമെൻ്റ് ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും എന്തോ ഒരു സംഭവം പ്രത്യേകതരം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഗായ്സ്, അവിടുത്തെ സ്റ്റെപ്പ് കണ്ടോ ഗൈസ്. ഇപ്പോൾ എസ്തെറ്റിക് എന്ന് പറഞ്ഞിട്ട് ചില തുണിക്കടകളിൽ വെക്കുന്ന ഒരു ജാതി സ്റ്റെപ്പ് നമ്മൾ അടുത്തോടെ കാണിച്ചു ഗൈസ്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വ്യൂവേഴ്സ് ഒക്കെ കാണാൻ പറ്റും തോന്നുന്നു. അല്ലെങ്കിൽ മുകളിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള സംഭവമുണ്ട്. ഇവിടെ ആയിരിക്കും ചിലപ്പോൾ രാജാവിൻ്റെ മറ്റേ കളരി ആ സംഭവമില്ലേ, അത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും തോന്നുന്നു, അറിയില്ല. കറക്റ്റായിട്ട് അറിയാത്തൊന്നും പറയാൻ പാടില്ലല്ലോ. ഈ സംഭവം എന്ന് പറയുന്നത് രാജാവിനെ കളരി പഠിപ്പിക്കാൻ വേണ്ടി വെച്ച സാധനമാണോ? അവിടെ ഫൈറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. അതല്ലേ കളരി പറഞ്ഞു? അയ്യോ, കണ്ടോ ഹാഷിം അവിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. വീണെ ഇതാണ് നമ്മൾ അവിടെ നിന്ന് കാണിച്ചു തന്ന പുലി. കണ്ടോ, സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി വേണം. പിന്നെ ഒരു കവാടം കഴിഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും വിഗ്രഹങ്ങൾ, പഴയ കാലത്തെ വിഗ്രഹങ്ങൾ. ഇവിടെയുള്ള ആനക്കൊമ്പൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഇവിടെയുള്ള തൃശ്ശൂർ പൂരോ അവിടെ മൈസൂരിൽ എന്ന സംഭവമാണ് ആ സാധനം. കണ്ടോ, ഇത് മൈസൂരിൽ എന്തോ സംഭവമാണ്. ഈ ആനക്കൊമ്പൊക്കെ ഒറിജിനൽ ആനക്കൊമ്പ്. പിന്നെ കുറേ പില്ലറുകൾ കണ്ടോ, കണ്ടോ, എത്ര ഭംഗിയായിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ്, എത്ര ബ്യൂട്ടിയാണ്. യെസ്, ഇത് കണ്ടോ ഗൈസ്, ഇത് റാണിനെ ഇട്ടിട്ട് മറ്റേ ബാഹുബലിയിൽ ദേവസേന വരുന്നില്ല, ആ സാധനമാണ് ഈ സാധനം എനിക്ക് തോന്നുന്നു. ബാഹുബലി ദേവസേന ഗൈസ്, മിറർ. നമുക്കിനി ടിപ്പു സുൽത്താൻ
ഇത് റാണിമാർ ഇതാക്കി മിററിൽ നമ്മളൊക്കെ തോന്നും. ഈ നിൽക്കണോ റെഡി? നമുക്ക് വലിയ മിറർ, വലിയ മിറർ, വലിയ മിററിൽ ഒരു കുട്ടി നിൽക്കും കണ്ടോ. ഹായ്. ശേ നാണമൊന്നുമില്ലേ? ഇതെന്തിനാ ഇവിടെ ഈ സാധനം ഈ പിക്ചറിലെ സാധനം ഉണ്ടല്ലോ. ഇതിലും എന്തെങ്കിലും മറ്റേതില്ല ഇങ്ങനെ ഇഴഞ്ഞു വരുന്ന വീല് ട്രെയിനിന്റെ ഒക്കെ ട്രാക്ക് കണക്ട് ചെയ്യാൻ. അങ്ങനെ നീ ആയിരിക്കും. ഇതാ വലിയ മിറർ, മിററിന്റെ തിരക്ക് നോക്കി. മിററിൽ എന്ത് സാധനം തിരക്കാലേ. ഇത് കണ്ടോ അതേപോലെ ഒരു പ്രതിമ. നമുക്ക് ആ മിററിൽ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഇപ്പുറത്തുണ്ട്. ഇവിടെ ഞാനും വിളിക്കണോ? ഇതെന്ത് സംഭവം? ഈ പില്ലറിന് പ്രത്യേകത ഉണ്ട് തോന്നുന്നു. മെഴുകു പോലില്ലേ പില്ലറ്? ഇല്ലേ ഇല്ലേ? അതാ താരാ ഗൈസ്, കൊട്ടാരത്തിലെ മുതലാളിയല്ലേ, കൊട്ടാരത്തിലെ രാജാവ്. വലിയ ഫാന് ഗൈസ്, വലിയ ഫാൻ. എൻ്റെ ഫാനാണ്. അതേറെ കണക്കാണ്. ഇതാണ് മുതലാളി ഓണർ. ആളാരാ? പ്ലാസ്റ്റേഴ്സ് ഓഫ് പാരീസ് സ്റ്റാച്യു ഓഫ് കൃഷ്ണരാജ വാദിയാർ ആൻഡ് വാട്ട് വാസ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ കൺസ്ട്രക്ഷൻസ് ഓഫ് ദി പാലസ്. ഓക്കെ, ഇത് നൈസ് സ്ഥലം. ഇവിടെ നിന്ന് ഫോട്ടോ കൊടുക്കണം. നീല ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് കണ്ടോ, എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാലേ. പിന്നെ ഇത് ഇവിടെ വലിയൊരു കണ്ണാടി പിന്നെയും വന്നിരിക്കുന്നു. ഇത് മൊത്തം ഇവിടെ കണ്ണാടികളുടെ 5 കളിയാണ്. ഇത് എന്തായിരിക്കും ഓരോ കണ്ണാടി? റാണിക്ക് ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് നോക്കിയിട്ട് പുട്ടിയിടാനായിരിക്കും അല്ലേ? ലിപ്സ്റ്റിക് അടിക്കാനും പുട്ടിയിടാനൊക്കെ ഉള്ള കണ്ണാടികളായിരിക്കാം. അതെന്താ അവിടെ? ചോറിനുള്ള സ്ഥലം, അന്നദാനം ഇരുന്ന് കഴിക്കുന്നുണ്ട്. അവിടെ പോലീസുകാർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതായിരിക്കും അന്നദാനത്തിനുള്ള സ്ഥലം. യാഹൂ. ഇനി കുറേ ഉണ്ട്. വാ ഗുയിസ്, ഇതിപ്പോൾ ഈ സംഭവം എന്താ അറിയോ? അവിടെ എന്തേലും കളി നടക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അവിടേക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് മറ്റേത് എന്ത് ഞാൻ ഒന്ന് സംസാരിക്കില്ലേ രാജാവ് ഈ ജനങ്ങളിലേക്ക് നിർത്തിട്ട് ഇവിടെ നിന്നാണ് മറ്റേ സിംഹക്കുട്ടീനെ ഇങ്ങനെ പൊക്കുക. സിംബോ അത് ബാഹുബലി, മഹേന്ദ്ര ബാഹുബലി. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചിത്രം. ഇവിടെ നിന്നാണ് മഹേന്ദ്ര ബാഹുബലി. അമ്മ ദേവസേന ഇല്ല, എന്താണ് രുദ്രമാദേവി പൊക്കി പിടിക്കും. അത് ഇതല്ല, അത് കൊട്ടാരത്തിന്റെ മേലെന്ന്. ഇത് പക്ഷെ അതല്ല സംഭവം. അവിടെ ഇത് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ മറ്റേ സ്റ്റേഡിയം പോലെ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി കണ്ടോ? കാളപൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മത്സരം, ജല്ലിക്കെട്ടൊക്കെ ഉണ്ടാവില്ലേ? മറ്റേ ബാഹുബലിയിൽ പൽബാൽ ദേവൻ മറ്റേ ഇങ്ങനെ കാളത്തെ കൊമ്പ് പിടിച്ചിട്ട് എന്നിട്ട് ഫിറോസ് ആ സംഭവം കാണാനുള്ള സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ പിന്നെ കുറേ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം ഓരോരോ അർത്ഥങ്ങളുണ്ടാവും. പക്ഷെ ഒന്നിൻ്റെ അർത്ഥം അറിയണില്ല. ഗൈസ്, വാതിലുണ്ടോ? വാതിലിൻ്റെ ഉള്ളിൽ നോക്ക്. നീ സ്റ്റെപ്പിലേക്ക് വലുതാക്കിയിട്ട് ചന്ദനം കൊണ്ടുണ്ട്. അവിടെ അടുത്ത് കൊണ്ടുപോയി അങ്ങനെയല്ല അതിനോട് അവർ അതിനുള്ളിൽ വേറെ അത് കൊടുക്കാനാണ് പറയുക. പേടിയുണ്ടേ. ഇതെന്തിവിടെ? ഇതെന്താ സംഭവം? ഇതെന്ത് സംഭവം? എന്ത് സംഭവം എന്ന് അറിയില്ല ഗൈസ്. ഇതെന്ത് സംഭവം എന്ന് അറിയില്ല ഗൈസ്. ഇതാണ് നൈസ്. നമ്മുടെ ചൈനയുടെ അമ്പലം പോലെയൊക്കെ ഉണ്ടല്ലേ? യെസ്. ഇതെന്തിനാ ഇവിടെ ഈ 7 എന്നുള്ള നമ്പർ എന്തിനാണ് നമുക്ക് ഇപ്പോഴും വൃത്തം കിട്ടിയിട്ടില്ല. നൈസായിരുന്നു സംഭവം. ഓരോ റൂം നമ്പർ, നമ്മുടെ റോൾ നമ്പർ പോലെ റൂം നമ്പർ ഇല്ലേ? ഇതെന്ത് സംഭവം? വൈബായിരുന്നു സാർ. എനിക്ക് പിന്നെ ഒരു ഡൗട്ട് ഉണ്ട് ഗൈസ്. ഇവിടെ എങ്ങനെ ലൈറ്റ് ഫുൾ ടൈം ആയിട്ട് എടുത്ത കറണ്ട് ബില്ല് ആരടിക്കും? എവിടെ ലൈറ്റ് ഇട്ട്? അതാ കണ്ടില്ലേ? സേവിങ്സിൽ നിന്ന് അങ്ങനെ അവർ അടക്കുമായിരിക്കും. രാജകുമാരന് കുറേ ഗോൾഡും അതൊക്കെ വിറ്റ് അവർക്ക് കാശ് കറണ്ട് ഇവിടെ വരുന്നതിന് പേ ചെയ്യുന്ന പൈസ ഉണ്ടല്ലോ, അതന്നെ മതി. ഓക്കെ, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു ദിവസം.
ഏക്കൻ്റെ ഡൂപ്പിനെ കണ്ടുപിടിച്ചു വലുതായിക്കാൻ എങ്ങനെയാവും ആരാ നടക്ക് നീ അത് നോക്ക് അത് നിന്റെ ഡൂപ്പ് ഏക്കൻ്റെ ഡൂപ്പ് എൻ്റെ ഡൂപ്പോ സെയിം സെൽഫ് കണ്ടു ഗൈസ് ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ എന്താ ഉള്ളത് എന്ത് സംഭവം മീൻസ് സംഭവമാണ് അത് എന്ത് സാധനം എന്തോ വാതില യെസ് യെസ് അല്ല ഈ വാതിൽ വന്നാൽ അപ്പുറത്തേക്ക് പോകാൻ പറ്റും രാജാവ് ഇതിൽ കൂടെ വരും നല്ലതാ 2 പില്ലർ ഈ പില്ലർ എന്തിനാ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്നത് ഈ പില്ലർ എന്തിനാ ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്നത് പെയിന്റ് പോകാണ്ടിരിക്കേ അല്ലേ അല്ല പറയാൻ പറ്റുമോ സക്കീർ ബൈക്ക് അതാ ഇനി അതിൻ്റെ താഴത്തേക്ക് വീഴി ഇല്ല അതാ ഇത് മറ്റേ ഈജിപ്തിലെ മമ്മി കണ്ടോ 2 സൈഡും ഈജിപ്തിലെ മമ്മി ഉണ്ട് ഇവിടെയും ഇവിടെ പിന്നെ ഒരു കണ്ണാടി പിന്നെ ഇങ്ങനെ ഒരു കപടം ഗൈസ് പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൽ കൂടി ഒരു സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഇതിൽ കൂടെ പോകും അവരൊക്കെ അതിൽ കൂടെ പോയി നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം അതിനപ്പുറത്ത് നമ്മളപ്പുറത്ത് എന്താല്ലേ ഹായ് ഉണ്ണി സുഖമല്ലേ അതോ നിങ്ങൾ എങ്ങനെ വന്നു കോട്ടയം സ്കൂളിലെ ടൂർ വന്നാണ് ഞങ്ങൾ അതായത് നിങ്ങളുടെ സ്കൂളിൽ നിന്നും ടൂർ മൈസൂർക്കായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ടൂർ അത് ആനപ്പട്ടം എൻ്റെ വീട്ടിൽ ആനമായിട്ട് ആനപ്പട്ടം വെച്ച് കൊടുക്കാം ആന സൈക്കോടി അവിടെ ഏതാ ഇതില്ലേ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ പട്ടം എന്ത് പറഞ്ഞാലും അവിടെ പാമ്പാടി രാജൻ്റെ തിരുവമ്പാടി ശിവചന്ദ്രൻ എനിക്ക് പാമ്പാടി ഉണ്ട് ആ സുന്ദരൻ്റെ മകള് തന്നെ അതാ ഒരു കാര്യം ശ്രദ്ധിച്ചാ പക്ഷേ ഈ നെറ്റിപ്പട്ടമൊന്നും നമ്മുടെ നാട്ടിൽ അത്ര വലുപ്പമില്ല കാരണം എന്താ അറിയോ ഇവിടുത്തെ ആനകളുടെ നെറ്റി ചെറിയ നെറ്റിയായിരിക്കും അത് അതിനെക്കാട്ടില് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് പറയാം ഗൈസ് അപ്പൊ നമ്മള് ഈ ഫാനൊക്കെ ഇറങ്ങുമോ പിന്നെ കങ്കാരുവിനെ ബാഗിൽ കെട്ടി വെച്ചിരിക്കുന്നു എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഇതേപോലെ ഇരിക്കണമെന്ന് പക്ഷെ വീട്ടുകാർക്ക് അത്രക്കുള്ള ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം ദിസ് ഈസ് നോട്ട് പോസിബിൾ അതുകൊണ്ട് പാമ്പേഴ്സ് എടുത്തിട്ട് ഇടുപ്പിൽ കെട്ടിയിട്ട് ഇവൻ അതിലിട്ടിട്ട് നടന്നിട്ടുണ്ട് ആര് അമ്മയല്ലേ യെസ് ഗൈസ് ഇപ്പൊ നമുക്ക് എക്സിറ്റ് പാമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ പാമ്പേഴ്സ് ഇട്ടിട്ടില്ല എനിക്ക് യൂസ് ചെയ്തില്ല എന്നാണ് അമ്മ പറഞ്ഞു എനിക്കും ആ പാമ്പേഴ്സ് യൂസ് ചെയ്തില്ല ഓൺലൈൻ തുണി എന്നൊക്കെയാണ് പറയുന്നത് തുണിയാ അയ്യേ ഞാൻ ഇതുവരെ ട്രൗസറിൽ മുങ്ങിയിട്ടില്ലെന്നാണ് അമ്മ പറയുന്നത് ഇത് ഇവിടെ ലൈബ്രറി ട്രൗസർ ഇട്ടിരിക്കണേ അതും ശരിയാണല്ലോ അല്ലേ ഇതെന്താ ഇവിടെ ഫാഷൻ പരിയിടൂ കാലിന് മേലെ കാല് വെച്ചിരിക്കുന്നുണ്ടോ ഇതാ ഇവിടെ എന്തോ അമ്പലമൊക്കെ ഉണ്ട് ഞാൻ ഗുയിസ് ഇവിടെ 5 പേരും കൂടി 5 കുരങ്ങന്മാരിരിക്കുന്ന പോലെ ഇതിന് ഫോട്ടോ എടുക്കുന്നു ടീച്ചർ ഫോട്ടോ എടുത്ത് കൊടുക്കാനും കണ്ടോ ഗുയിസ് യാ I want some haters because my old haters become now my fans. Yes, I know that. ശരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായോ എനിക്ക് കുറച്ച് എതിരാളികളെ വേണം കാരണം എന്റെ വന്ന വഴി മറക്കല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മള് വന്ന വഴി മറന്നു ഗൈസ് പോണം ക്രിഞ്ച് അടിച്ച് വരുന്നു അമ്മ വിളിക്കുന്നു മമ്മി ഈസ് കോളിംഗ് ഞാനൊന്ന് കോൾ ചെയ്തിട്ട് വരാം 6 മണിക്ക് ശേഷം വീട്ടിൽ കയറാൻ വേണ്ടി ഗായ്സ് നമ്മളെ പാവൻ ചക്ക പിന്നെ റോസാപ്പൂ കൊണ്ടുവന്നു പക്ഷെ കൊടുക്കാൻ ആരുമില്ല എന്ത് ചെയ്യും എന്തൊക്കെയാ ഇവിടെ നടക്കണേ ഈ കൊച്ചു കർണാടകയിൽ എന്തൊക്കെയാ നടക്കുന്നത് നമ്മളിതാ പിന്നെതാ അപ്പുറത്തെ വഴി കൂടെ കയറി ഇപ്പുറത്തെ കൂടെ ഇതാ മറ്റേ വലിയ പാലസ് വലിയ വൈഡ് വ്യൂ ഹായ് ചെറിയ കുട്ടി അത് ഞാൻ തല കെട്ടിയ പോലെ ആ കുട്ടി തല കെട്ടിയിരിക്കണം അതെ രണ്ടുപേരും സെയിം ഹെയർ സ്റ്റൈലാണ് ആ പക്ഷെ ആ കുട്ടിയില്ലേ നീ അടുത്ത് പോയ കരിയും ഫ്രെയിം എടുത്ത് നമുക്ക് വേറെ
ഇതാണ് മൈസൂർ പാലസ്. ഒരു ഹായ് ഗൈസ്. 4 ചക്രമുള്ള റോഡിൽ കൂടെ ഓടാത്ത മറ്റേ കുറേ ടയറുള്ള കാർ. ഇയാളെന്തത് വന്നപ്പോ തൊട്ട് പിന്നെ ഒരേ ഊക്കല്. ഗൈസ് അവിടെ പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ ടീച്ചർ, വെള്ളം എങ്ങനെയുണ്ട്? പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ. മധുരം സൂപ്പർ. സൂപ്പർ അല്ലേ ഗൈസ്? അപ്പൊ നമ്മള് വെളിയിലേക്ക് ഇറങ്ങി പോകണം. കണ്ടില്ലേ ഗളിക്ക് ഇറങ്ങിപ്പോയി. ഇതാ വാങ്ങിക്കേണ്ടി വരും. സൂപ്പർ സാധനങ്ങളൊക്കെ. കുതിര വില ചോദിച്ച മേടിക്കേണ്ടി വരില്ല, മേടിക്കേണ്ടി വരും. അതായത് ഇത്രയ്ക്ക് തരുമോ ചോദിക്കുമ്പോഴാണ് മേടിക്കേണ്ടി വരും. ഇത് കട്ട് ചെയ്ത് മേടിക്കുന്നത്. ഇതിനാ ഇപ്പൊ നമ്മൾ ചോറിനാൻ പോകല്ലേ? സ്റ്റാർ ഫ്രൂട്ട്, ഇതാണ് വീട്ടിലെ സ്റ്റാർ ഫ്രൂട്ട്, അരിനെല്ലിക്ക, ആഭരണപ്പെട്ടി. യെസ്, ആഭരണപ്പെട്ടി നൈസാണ്. ഗൈസ് ഇത് കണ്ടോ? നമുക്ക് ബാക്കിൽ വെക്കണം, മറക്കണ്ടത്. ആ ഗൈസ് ഇത് സൂപ്പർ അല്ലേ? സൂപ്പർ. മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളാണ്. കണ്ടില്ലേ? സൂപ്പറാണ് സംഭവം. ചെരുപ്പ് വാങ്ങാൻ നിൽക്കുന്നു. ചെരുപ്പിനും വില നോക്കുകയാണോ? ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നത് ഗൈസ്. നമ്മുടെ വണ്ടി ഫസ്റ്റ് അതാ 4 നമ്പർ. അതന്നെ നമ്പറൊക്കെ വരുന്നത്. ഓ, നമ്മളെങ്ങോട്ടാ പോണ്? വണ്ടിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോണു. അതാ ഇതാ എടാ, അവന്മാര് തെറ്റി പോകണ്ട, അവന്മാര് ലാസ്റ്റ് ഇങ്ങോട്ട് തന്നെ വരുവാ. മല പൊട്ടി. ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ മൈസൂർ പാലസിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണേ. ഇപ്പം ഞങ്ങൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയത് ബിരിയാണിയും ചിക്കനും അച്ചാറും സലാഡും.